ബഹുമാനായ പുത്തൂർ മരണത്തിന് ശേഷം സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ക്ഷേത്രത്തിൽ വന്ന ഒരു 1:30 വരെ പഠിക്കും. ഞാനും തോന്നാറോ മാത്രം സമയമില്ല. വണ്ടി ഓടിക്കാൻ പറഞ്ഞ കാലത്ത് ഫോട്ടോഷോ അത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദൈവങ്ങളോട് ശരിക്കും ക്ഷേത്രത്തെ സംബന്ധിച്ചൊരു വിടവ് തന്നെയാണ്. അത് നികത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും സമയമുള്ളവരാണ് ക്ഷേത്രത്തിലെ വലിയ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവനക്കാരുടെ കാര്യമാണ് ഒരാൾ അദ്ദേഹം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയില്ല. ഒരു ദിവസം രാവിലെ വിളിക്കുമ്പോൾ പറയുന്നത് കഠിനമായ കുട്ടിയാണ്, ഞാൻ തിരിച്ചു വിളിക്കാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് അതേ പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതെ ഈ ദിവസങ്ങളിൽ പല കത്തുകളും പല ആവശ്യങ്ങളുമായിട്ട് വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞത് സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് നമ്മൾ വിട്ടുപോകുന്നത് സെക്രട്ടറി വന്നു. പക്ഷെ അതൊരു വലിയ ദുഃഖത്തിനാണ് നമ്മളെല്ലാം അറിയപ്പെടുന്നത്. രാത്രി 3:30 ശ്രമത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ഭയമായിരുന്നു. ദൈവത്തിന്റെ വിയോഗത്തിൽ ഈ പ്രസംഗത്തിലുള്ള വലിയ വിഷമം രേഖപ്പെടുത്തുകയാണ്. പ്രസംഗത്തിന്റെ അനുശോചനം തന്നെ വായിക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെ അനുസരിക്കാനുള്ള അവസരം തരാം. അവരുടെ ആളുകൾ അവരുടെ വളരെ പ്രശ്നം നടത്താൻ 30 വർഷം ദൈവമുള്ള ക്ഷേത്ര ഭരണസമിതിയുടെ അംഗവും 12 വർഷക്കാലം ഭരണസമിതി സെക്രട്ടറിയുമായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച പ്രിയങ്കരനായ എത്രയും ബഹുമാനായ ശ്രീ കെ അരവിന്ദാക്ഷൻ 2020 ജനുവരി 7-ാം തീയതി നമ്മെ വിളിക്കുന്നു. ബഹുമാനായ പുതുപ്പള്ളി തെക്ക് അരവിന്ദൻ ശ്രീ കെ അരവിന്ദാക്ഷൻ അവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹം 30 വർഷക്കാലം നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 12 വർഷം സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച കാലങ്ങളിൽ നമുക്കെല്ലാം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. എന്തെല്ലാം വിമർശനങ്ങളുണ്ടായാലും എല്ലാവരുമായിട്ട് വെറുപ്പെട്ട് പോകുമായിരുന്നു. യാതൊരു വിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരാരോപണവും ഇല്ലാതെ നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ പ്രവർത്തനം നടത്തിയാളായിരുന്നു അദ്ദേഹം അവസാന ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും
വയ്യ. പക്ഷെ ആ മനസ്സിന്റെ ബലമാണ് ഒന്നിച്ച് പോകാം, എനിക്ക് കാലത്ത് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ ഈ പരിപാടി നടന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 28-ാം തീയതി നമ്മുടെ വാർഡ് വികസന സമിതിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ടത് വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ആവശ്യമായിട്ടുള്ള ക്ഷേത്രത്തിൽ വരികയുണ്ടായി. ക്ഷേത്രത്തിൽ വന്നപ്പോൾ കൃഷ്ണകുമാരൻ സെക്രട്ടറി കൃഷ്ണകുമാരൻ തമ്പി സാറിന് അദ്ദേഹത്തിന് കാര്യം പറയാം. പറ്റില്ലെങ്കിൽ പോലും ഒരു ദിവസവും മുടങ്ങാതെ ശരീരത്തിന് അല്പമെങ്കിലും ഒരാരോഗ്യമുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരുകയും ഇവിടുത്തെ കാര്യങ്ങളിൽ വളരെ കൃത്യമായി അദ്ദേഹം ക്ഷേത്രത്തിലോ ഏറ്റവും അവസാനം ക്ഷേത്രത്തിലോ കയറി വരുമ്പോൾ പ്രസാദ സെക്രട്ടറി മാത്രമേ ഉള്ളൂ. ഉത്സവത്തിന്റെ ഫയലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഗ്രിമെന്റ് സൈൻ ചെയ്തത്. അപ്പം എന്നോട് പറഞ്ഞതാണ് എന്റെ കാലശേഷവും വരുന്നവർക്ക് എന്ത് നടന്നുകൊണ്ട് 8 മണി കിട്ടത്തില്ലെങ്കിൽ ഈ ഷെൽഫിൽ കുക്കിരിപ്പോണ്ട് അത് നിങ്ങൾ മറച്ചു നോക്കിയാൽ ഉത്സവത്തിന്റെ എഗ്രിമെന്റിന്റെ ഒരു ഫയൽ, അതുമായിട്ട് ഓരോ ഘട്ടങ്ങളായിട്ടുള്ള ഫയൽ ഇത് പരിശോധിച്ചാൽ ആർക്കും ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഭരണസമിതിക്ക് സമയം കണ്ടെത്തി പ്രവർത്തിക്കാൻ പറ്റിയത് 12 വർഷം ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഏറ്റവും കൂടുതൽ സമയം ക്ഷേത്രകാര്യങ്ങളിൽ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പല കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതാവസാനമായിട്ട് പോയൊരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അതിലൊരു പരാതിയില്ല, ഒരു കാര്യങ്ങളുമില്ല. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. ഏത് കാര്യങ്ങൾ വന്നാലും പറഞ്ഞില്ല, സമാധാനപരമായിട്ട് തന്നെ അദ്ദേഹം സമാധാനപരമായ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെയധികം ദുഃഖമുണ്ട്. കൂടുതലായി അദ്ദേഹത്തിന്റെ ഒരു സൗമ്യ സ്വഭാവം മനസ്സിലാക്കിയത് അപ്പുറത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായ സമയത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന ആ പ്രസന്നതയോടുകൂടിയാണ് ആ പ്രശ്നത്തെ നേരിട്ടത്. അത് ഞാൻ ദൃക്സാക്ഷിയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആ വ്യക്തി കുറിച്ച് എല്ലാം വളരെ വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്കുണ്ടായ 30 മണിക്കൂറിൽ ആത്മാവിനെ പ്രശാന്തിക്കുകയും ചെയ്തത് അറിയുകയും പഠിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തിട്ടുള്ളതാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാം, അദ്ദേഹം ഈ ഭക്തനായിരുന്നു, നല്ലൊരു സെക്രട്ടറിയായിരുന്നു, അതിനുകൂടി ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് കമ്മിറ്റിയൊക്കെ യോഗത്തിൽ ഭാഗമായിരുന്നു. കാരണം ഈ കുട്ടികൾക്കൊക്കെ കഴിഞ്ഞു എന്നെ കൂടി എത്തിയിട്ടുണ്ട്. മത്സരിച്ച സമയമില്ല. ഞങ്ങളെക്കാലത്ത് അതിൻ്റെ വിദഗ്ധം തരാൻ കാര്യങ്ങൾക്കാണ് ബന്ധപ്പെട്ടാൽ മക്കളെ ക്യാമ്പസ് ചെയ്ത മാറ്റങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് വയ്യായ്മയും ശരി അതിൻ്റെ ഞങ്ങളുടെ വിദഗ്ധം തരാൻ അത് കാണിക്കാൻ മത്സ്യ വിഭവത്തിൽ ഇല്ലാതായ തമ്പി സാറിനെ കുറിച്ച് ഞാൻ കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ലൊരു മനസ്സിലുള്ള അദ്ദേഹം. അദ്ദേഹത്തിന്റെ സത്യസന്ധത ഒരു തുറന്ന പുസ്തകം പോലെ എന്നെ അദ്ദേഹം അറിയിച്ചതാണ്. കാരണം ഒരിക്കൽ ഞാൻ ചേകന്നൂർ കളരിയിൽ പോകാനായിട്ട് 3 മണിയായി ഞാൻ നടന്നു വരിക. ദേവഗിരി ക്ഷേത്രത്തിന്റെ പേര് ചെറുക്കിട്ടാണ് പോയി അങ്ങോട്ട് പോകും. ഇവിടെ മാത്രം ഓഫീസ് തുറന്നു തമ്പി സാറിൻ്റെ അടുത്ത് ഞാൻ പോയി. ഞാൻ ചോദിച്ചു, സാറേ സമയം ഒരുപാടായിരിക്കും, ഇപ്പോഴെന്തിനാണ് സാറിനോട് ഇരിക്കുന്നത്? ഞാനിങ്ങനെ എന്നോട് പറയും. ഒരിക്കലും അദ്ദേഹത്തിന് കണ്ണുനീര് വരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പേര് ശക്തി ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. എന്നാൽ ഇത്ര സത്യസന്ധമായിട്ട് അദ്ദേഹം രജിസ്റ്റർ പോലും എന്നെ എടുത്ത് കാണും.
മുമ്പേ ഞാൻ അദ്ദേഹത്തെ കാണാൻ സാറല്ലാതെ അദ്ദേഹത്തിന്റെ അവർക്ക് പുതുപ്പള്ളി തെറ്റുകാരുടെ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തി. കാരണം ഉത്സവത്തോടനുബന്ധിച്ച് ലാസ്റ്റ് ഒരു ഫോട്ടോ ഒരു പ്രോഗ്രാം ഉൾപ്പെട്ട അവകാശിയെ കൈമാറുന്ന ഫോട്ടോ എടുക്കാൻ എനിക്ക് മാത്രം സാധിക്കും. എനിക്ക് അതിയായ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ അതാണ് നമ്മുടെ കമ്മിറ്റി. അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു ശ്വാസമുട്ടൽ പോലെ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് നേരെ ഓപ്പറേഷനൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ആളുകൾ ബ്ലഡ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ ജാതിയുടെ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വേദനിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ഒരു തരത്തിലും വേദനയില്ലാതെ എല്ലാവരെയും സമന്മാരായി നിലകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു സെക്രട്ടറിയെ പൗരം എടുക്കാതെ എല്ലാവരുമായിട്ട് അത് ആദ്യമോ അല്ലെങ്കിൽ സ്വീകരണമോ ഉള്ള പരിഗണന ഉണ്ടാകാതെ കാര്യങ്ങൾ സംസാരിക്കും. എന്നെ സംബന്ധിച്ചോളം ഏതാണ്ട് 3 സെക്രട്ടറിമാരുടെ യോഗമാണ് നമുക്ക് ക്ഷേത്രത്തിൽ നടന്നത്. ഒന്ന് നമ്മുടെ പുത്തൂർ ശിവസംഘടന, 2 AP ശിവസംഘടന, 3 തമ്പി സാർ. അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ സാറ്, രാമകൃഷ്ണ സാറ്, അങ്ങനെ 2 പ്രസിഡന്റുമാർ, ആത്മാർത്ഥമായ സെക്രട്ടറിയുടെ 2 പ്രസിഡന്റുമാർ, പിന്നെ ഒരു വൈസ് പ്രസിഡന്റ് ശങ്കരൻ സാറ്. ഇവരുടെ യോഗം ഈ ക്ഷേത്രത്തിന് തീരാ നഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഒരാൾ ഒഴിച്ച്, അതായത് വിശ്വാസം കൂടെ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ഒഴിച്ച് ബാക്കി ഇത്രയും പേരുടെയും കൂടെ ഇരുന്ന് ഇരിക്കുവാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ നമ്മുടെ സെക്രട്ടറിയുടെ യോഗത്തിൽ വടക്കുവശത്തെ കാര്യങ്ങളിൽ ക്ഷേത്രഭരണ സമിതിയുടെ പേരിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്ത ആനയാകുമ്പോൾ മരണം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല.